കണ്ണൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവാവ്. പരിശോധനയുടെ പേരിൽ അടിവസ്ത്രം ഉൾപ്പെടെ ഊരിമാറ്റി അപമാനിച്ചതായാണ് കാസർഗോഡ് ചെനോട് സ്വദേശി ഉസൈനാർ മഷാദിന്റെ പരാതി. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ മഷാദ് പരാതി നൽകി. കണ്ണൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കൊടിയ പീഡനത്തിനാണ് കാസർഗോഡ് സ്വദേശിക്ക് നേരിടേണ്ടി വന്നത്. ഏതായാലും അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ കസ്റ്റംസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്? ഞാൻ 19-ാണ് ദുബായിൽ നിന്ന് കണ്ണൂരിൽ വന്നിറങ്ങുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചെക്കിംഗ് ബാഗേജ് എടുത്തിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ലേഡി, കസ്റ്റംസിലുള്ള ഒരു ലേഡി എന്നോട് പാസ്പോർട്ട് വാങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ കാസർഗോഡല്ലേ, എന്തിനാണ് കണ്ണൂർ വന്നിറങ്ങുന്നത്, മംഗലാപുരം അടുത്തല്ലോ. ഞാൻ പറഞ്ഞത് എൻ്റെ കൺവീനിയൻസ് അല്ലേ, ഞാൻ പിന്നെ ഈ ഒരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യയിൽ ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. അതുകൂടാതെ എൻ്റെ തൊട്ടടുത്തുള്ള വിമാനത്താവളമാണ് കണ്ണൂർ. മംഗലാപുരം ആണെങ്കിൽ അത് കർണാടകയിലുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കണ്ണൂരാണ്. അതുകൊണ്ടാണ് വന്നിറങ്ങുന്നത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതിനുശേഷം നടന്നത് വളരെ ഇതായിട്ടുള്ള ഒരാൾക്കും പിന്നെ ഇനി ഭാവിയിൽ ഉണ്ടായിക്കൂടാന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ വസ്ത്രങ്ങളെല്ലാം അവർ അയച്ചു വെക്കാൻ പറഞ്ഞു. അയച്ചു വെച്ചിട്ട് ഞാൻ എന്തൊക്കെ അടിവസ്ത്രം അടക്കം ഇവർ കൊടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇട്ടിട്ടായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു 20ഓളം പേര് ചേർന്നിട്ട് ക്രൂരമായിട്ട് ക്രൂശിച്ചിട്ട് കളിയാക്കി. അതിൽ സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ട്, ഇവരെൻ്റെ കൊളീഗ് ഉണ്ട്, എല്ലാവരും കൂടിയിട്ട്. ആ സ്ത്രീ പിന്നെ ഈ ഞാനിങ്ങനെ ചോദിച്ചില്ലേ കണ്ണൂർ ഇറങ്ങിയാൽ എന്താ പ്രശ്നം, അതിനുള്ള പ്രതികാരം തീർത്തതാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്. അല്ലാതെ പ്രധാനമായി ആവശ്യപ്പെടുന്നത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുമല്ലോ, എന്താണ് ആവശ്യപ്പെടുന്നത്? CCTV ദൃശ്യമുണ്ട്. CCTV ദൃശ്യം പുറത്ത് വേണം, സംരക്ഷിക്കണം. കാരണം വെച്ചാൽ പിന്നെ ഡിലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ലല്ലോ. സംരക്ഷിക്കണം, അത് അന്വേഷണത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇതാക്കണം. CCTV കഴിയുന്നുണ്ടെങ്കിൽ പുറത്ത് വേണം. കാരണം വെച്ചാൽ അതിലെല്ലാം ഉണ്ടാവും. പിന്നെ ഇവർ പോയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും, ചെവിയിൽ പോയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും, എൻ്റെ ഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. പരാതി മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്താണ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്, സ്റ്റേറ്റ് നൽകിയിട്ടുണ്ട്, പിന്നെ നാഷണൽ നൽകിയിട്ടുണ്ട്, പിന്നെ നോർക്കാലേക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, പിന്നെ കൊച്ചിൻ കസ്റ്റംസിലേക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു CCTV വേണം, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട്, കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർവേഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഇന്നലെയാണ് അയച്ചിട്ടുള്ളത്, മിനിഞ്ഞാന്ന് രാത്രിയാണ് അയച്ചിട്ടുള്ളത്. പിന്നെ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ MLA കാണാൻ പോവാണ്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് MLA കാണാൻ പോവാണ്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചു വെക്കണം, അത് പുറത്തു വേണമെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. കാസർഗോഡ് നിന്നും KB ബൈജു, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.